നിങ്ങൾ എല്ലാവരും നല്ല എക്സൈറ്റിൽ ഇരിക്കുകയായിരിക്കും അല്ലേ? ഇന്ന് എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ സോൾ അവേക്കനിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത് എന്താന്നൊക്കെ ആലോചിച്ച് നല്ല എക്സൈറ്റ്മെന്റിൽ ഇരിക്കുന്ന സമയമായിരിക്കില്ലേ ഇപ്പൊ? അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് ചിന്തകളൊക്കെ വരുന്നുണ്ട്. നമുക്കൊക്കെ എത്രത്തോളം ശക്തിയുണ്ട് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ ആരെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ആ ഒരു ശക്തിനെ കുറിച്ചിട്ട് നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ലല്ലേ. കാരണം നമ്മള് ഏഹ് നേരം വെളുക്കണ്, വൈകുന്നേരം ആവണ്, രാത്രി ആവുന്ന ഈ ഒരു കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മളെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു ശക്തിനെ നമ്മൾ എപ്പോഴെങ്കിലും കാണാനോ നോക്കാനോ നമ്മൾ ആരും ശ്രമിച്ചിട്ടില്ല. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് അതുപോലെ ആയിത്തീരും എന്നൊക്കെ നമുക്ക് അറിയാമെങ്കിലും നമ്മൾ ആരും അതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ എപ്പോഴും എനിക്ക് കഴിയൂല എന്നാണ് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളും അതുപോലെ തന്നെ ആയിത്തീരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ലല്ലേ എന്താണ് നമ്മളെ ഉള്ളിന്റെ ശക്തി എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഒളിഞ്ഞിരിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലേ. നമുക്ക് വിജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്താ എന്നെ കൊണ്ട് പറ്റും എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കണത് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അത് നേടിയെടുക്കാൻ പറ്റും. നമ്മളെ മനസ്സിന്റെ ശക്തി കൊണ്ട് നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം നമ്മളെ ഉള്ളിലുള്ള ഭയങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് കൈവരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ആ ഒരു ഇതിനൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ നമ്മളെ ഉള്ളിലെ രോഗങ്ങൾ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സും അതുപോലെ തന്നെ നമ്മളെ കൂടെ പ്രവർത്തിച്ച് പോസിറ്റീവായിട്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ആരും പോസിറ്റീവ് ആവാൻ ശ്രദ്ധിക്കാറില്ല, ശ്രമിക്കാറുമില്ല അല്ലെ. പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഒളിഞ്ഞിരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ശക്തിനെ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുമെന്ന്. ആ ആളാണ് ആത്മാവ് എന്ന് പറയുന്നത്. നമ്മൾ ആത്മാവ് എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും. എപ്പോഴും സത്യമായിട്ടും ശാന്തായിട്ടും നമ്മുടെ കൂടെ തന്നെ, നമ്മൾ ഒരുമിച്ച് നമ്മളെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മളെ മനസ്സാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അത് നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ ചോദിക്കുക, അത് അതുപോലെ തരിക എന്നുള്ളതാണ് മനസ്സ് ചെയ്യുന്നത്. ഒരാളുടെ നമ്മളൊക്കെ മനസ്സിൽ എന്തുണ്ടാവും, സന്തോഷം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. പക്ഷെ ഈ ആത്മാവ് എന്ന് പറയുന്നത് ഈ എല്ലായ്പ്പോഴും ശാന്തമായിട്ടും സത്യമായിട്ടും ദിവ്യയോടുകൂടി നമ്മളെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളായിരിക്കും. എന്നാലും നമ്മൾ എന്ത് ചെയ്യൂല, ആത്മാവ് പറയുന്നതൊന്നും കേൾക്കാതെ നിൽക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ആത്മാവും മനസ്സും തമ്മിൽ മനസ്സിലാക്കാൻ വേണ്ടി എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഒരാള് ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാട്ടിന്റെ ഉള്ളിലുള്ള ആ വരികള് നമ്മളെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അത് നമ്മളെ മനസ്സാണ്. പക്ഷെ ആ പാട്ടിന്റെ ഉള്ളില് ഒരു സംഭവം ഉണ്ട്. ആ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കി നമ്മളിങ്ങനെ നോക്കി നിന്ന് ശാന്തതയോട് കൂടിയിട്ടും നമ്മളെ മനസ്സിനെ ശക്തിപ്പെടുത്തി നോക്കി നിൽക്കുന്ന ഉള്ളിലൊരാളുണ്ട്. അതാണ് നമ്മളെ ആത്മാവ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെപ്പോഴും ആരെ കൂടെയാണ്, മനസ്സിന്റെ കൂടെയാണ് മനസ്സ് പറയുന്നത് കേട്ടും അതിന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോകും. പക്ഷെ ഈ മനസ്സ് ചിന്തിക്കുന്നത് ആത്മാവ് എപ്പോഴും കാണാറുണ്ട്. നമ്മൾ അത് ശ്രദ്ധിക്കാറേ ഇല്ല. ഞാൻ ഈ അടുത്തൊരു പുസ്തകം വായിക്കണ്ടായി, ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ജോസഫ് മുർഫിയുടെ. അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിന്റെ അന്തർമനസ്സിന് നീ നൽകുന്ന എന്ത് നിർദ്ദേശവും അത് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ പറ്റുമെന്ന്. പക്ഷെ നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണെങ്കിലും ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ആരും ഇതുവരെ പോവാൻ ശ്രമിച്ചിട്ടില്ല. ഈ ഒരു ആത്മാവിനെയും ഈ മനസ്സിനെയും കൂടി നമ്മളൊരു സുഹൃത്തുക്കളാക്കിയിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ജീവിതം തന്നെ സന്തോഷകരമാക്കി മാറ്റിക്കൂടെ. നമ്മൾ ഈ എന്ന് രാവിലെ എണീറ്റ് മിറാക്കിൾ മോർണിംഗ് ട്രാവലിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സോൾ മാസ്റ്റർ ഷൺമുഹമ്മദ് സർ പറഞ്ഞിരുന്നുണ്ട്.
ആ ഒരു കാര്യങ്ങളിൽ നമ്മൾ ഇപ്പൊ ഞാനും നിങ്ങളും ഒരുമിച്ച് ഒരു യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ എക്സൈറ്റ്മെന്റ് എന്താണോ അതുപോലെ തന്നെ എക്സൈറ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് ഞാനും നിങ്ങളെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ആത്മാവിനെയും ഈ ഒരു എന്താ പറയാ ഈ മനസ്സിനെയും കൂടി ഒരുമിച്ചിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം നമ്മുടെ ജീവിതത്തിനെ സുന്ദരാക്കി എടുക്കാൻ പറ്റും. ഞാനൊരു സ്റ്റോറി പറയാം. ഒരിടത്തൊരു ബാലിക ജനിച്ചു. അവള് ആ ബാലിക ഓരോ ദിവസങ്ങൾ കഴിഞ്ഞ് വലുതായി സ്കൂളിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ എല്ലാ ഹയർ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞു. +2 കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിവാഹം വന്നു. പക്ഷെ അത് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ആ കല്യാണം പഠനം അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവര് കല്യാണം കഴിഞ്ഞു, പിന്നെ മക്കളായി, പിന്നെ ആ ഒരു മക്കളും ഈ ഒരു ഭാര്യയായിട്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു സമയത്ത് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. അപ്പൊ അവര് കൂടെയുള്ള ഇവര് ഫ്രണ്ട്സുകളൊക്കെ എന്താണ് നല്ല ജോലിയൊക്കെ വാങ്ങിച്ചു, നന്നായിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നത് കണ്ടപ്പം ഇവർക്കും തോന്നി ഇന്നെ കൊണ്ട് പറ്റുമോ, എനിക്ക് കഴിയോ എന്നുള്ള ഒരു ചിന്ത ഇവർക്ക് തോന്നി. അങ്ങനെ ഇവര് മനസ്സിനോട് ചോദിച്ചു, എനിക്ക് ഒരു ജോലി വേണം, എന്നെ കൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ, എന്നെ കൊണ്ട് പറ്റുമോ ചോദിച്ചപ്പോ മനസ്സറിഞ്ഞു, ഇല്ല, നിന്നെ കൊണ്ട് ഈ ഒരു സാഹചര്യം ഇപ്പത്തെ ചുറ്റുപാടും വെച്ചിട്ട് നിന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല, ഇപ്പൊ ഈ ഒരു കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു. അവനത് കേട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് ഇവരെ ഉള്ളിന്റെ ഉള്ളിലെ ആ ഒരു ശക്തി എന്ന് പറയുന്ന ആത്മാവ് ഇവരോട് പറഞ്ഞു, നിനക്കൊരു ലക്ഷ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിനക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ തന്നെ പറ്റും. നിന്റെ ഉള്ളില് അടങ്ങാത്തൊരു ശക്തി ഉണ്ട്, ആ ശക്തിനെ നീ കാണാൻ ശ്രമിക്കണം, എങ്കിലാണ് നിനക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് ഈ ആത്മാവ് ഇവരോട് പറഞ്ഞു. അങ്ങനെ ആത്മാവ് പറഞ്ഞത് കേട്ടപ്പോ ഇവരിങ്ങനെ ഒന്നിങ്ങനെ അയച്ചു. വീണ്ടും വീണ്ടും ഈ ആത്മാവിന്റെ സ്വരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവര് പഠിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് ഇറങ്ങാണ്. നല്ല രീതിയിൽ തുടർ പഠനം ആരംഭിച്ചു. നല്ല രീതിയിലുള്ള പഠനങ്ങൾ കിട്ടിയത് കാരണം ഇവരൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. ഇന്ന് പിന്നെ ഇവര് ഉള്ളിലുള്ളിലെ ഒരു വാശിയായിരുന്നു, ഒരു 4 ആള് കൂടുമ്പോ ഒരു ട്രെയിനറായിട്ട് സംസാരിക്കണം എന്നുള്ളത്. പക്ഷെ അതിന് ഇവരൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ടിനെ പോയി കണ്ടപ്പോ ഇവര് ചോദിച്ചു, എന്താണ് നിന്നെ പോലെ ഇവര് ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഒരു ഗുരുവും കുറച്ച് ശിഷ്യന്മാരും കൂടി ഉണ്ട്. അപ്പൊ ആ ഒരു ഇത് ഇവരെ ഉള്ളില് ഇവര് വെച്ചിരിക്കുന്ന ഒരു ഡ്രീമാണ്. അവർ ചോദിച്ചു, എനിക്ക് ഇതുപോലെ ഒന്നും ആവാൻ പറ്റുമോ, ഈ എത്ര വർഷമായിട്ടാണ് ഇങ്ങനെ എടുത്ത് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, നിനക്കാവാൻ പറ്റുമോന്ന് അറിയില്ല, കാരണം ഇത് ഞാൻ 10 വർഷമായിട്ട് നേടിയെടുത്തതാന്ന് പറഞ്ഞപ്പോ വീണ്ടും ഇവരിങ്ങനെ എന്താ പറയാ, പറ്റോ ഇനി കൊണ്ട് പറ്റുമോ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് നമുക്ക് മാജിക് മൈൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഓഫ്ലൈൻ പ്രോഗ്രാം വന്നത്. ആ ഓഫ്ലൈൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ ഇവര് ചിന്തിച്ച സംഭവം ഇവരെ കയ്യിൽ എത്താണ്. അപ്പൊ നമ്മളെ കയ്യില് നമ്മൾ എന്താണോ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് അത് നമ്മളെ മനസ്സിൽ നമ്മൾ ആ ഒരു ഉള്ളിൽ ശക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റും. അങ്ങനെ സോൾ മാസ്റ്റർ ഷൈൻ മുഹമ്മദ് സാറിന്റെ വാക്കുകൾ കേട്ട് നമ്മള് മുന്നോട്ടേക്ക് പോയി. അന്നാണ് ഒരു ട്രെയിനിങ് കോഴ്സിലേക്ക് ചേരാനുള്ള ഇത് വന്നതും. അങ്ങനെ നിങ്ങളെ മുന്നിൽ ഇപ്പോ സംസാരിക്കാൻ പറ്റിയിട്ടുള്ള അവരും അങ്ങനെയാണ്. ആ ബാലിക എന്ന് പറയുന്ന ആള് ഞാൻ തന്നെയാണ്. നമ്മളെ ഉള്ളിന്റെ ഉള്ളില് നല്ലൊരു സ്വപ്നവും നല്ലൊരു ലക്ഷ്യവും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇൻഷാ അള്ളാ ഇനിയുള്ള ലക്ഷ്യങ്ങളും നമുക്ക് ഒരുമിച്ചിട്ട് മുന്നോട്ടേക്ക് പോയിട്ട് നമ്മളെ എല്ലാവരുടെ സ്വപ്നങ്ങളും ഒരുപോലെ നമുക്ക് നിറവേറ്റാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി നമുക്ക് നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന മിറാക്കിൾ മോർണിംഗ് ട്രാവലിന്റെ സർ, പിന്നെ മാജിക് മൈൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ CEO ആയിട്ടുള്ള സോൾ മാസ്റ്റർ ഷൈൻ മുഹമ്മദ് സാറിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ മിറാക്കിൾ മോർണിംഗ് ട്രാവൽ അങ്ങനെ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എത്രാമത്തെ ദിവസമാണെന്ന് അറിയാവോ? ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. കുറെ പേര് ഇന്ന് വീഡിയോയിൽ വന്നിട്ടുണ്ടല്ലോ, വെരി ഗുഡ്. ഇന്ന് എത്ര ദിവസമായി എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? അതുവരെ മറന്നു പോയിട്ടുണ്ടാവും ചിലപ്പോ. എത്ര പെട്ടെന്നാ ദിവസങ്ങൾ പോണത് അല്ലേ? 13 പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്ന ഒന്നുണ്ടാവും, ഇതിൽ വന്നാൽ എന്ത് കിട്ടും എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്ത് കിട്ടും? മിറാക്കിൾ മോർണിംഗ് ട്രാവലിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. എന്താണ് കിട്ടണത്? നിങ്ങൾക്ക് എന്താ കിട്ടിയത്? നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? സമാധാനം, സന്തോഷം,
വെരി ഗുഡ്. ഇതിൽ വന്നു കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇത്രയും നാളും എന്ത് തേടിയാണോ നിങ്ങൾ അലഞ്ഞിരുന്നത്, സമാധാനവും സന്തോഷം, അതാണ് ഇവിടെ കിട്ടുന്നത്. അതാണ് ഇവിടെ കിട്ടുന്നത്. യെസ്, അതൊരു മിറാക്കിൾ കൂടിയാണ്. അതാണ് മിറാക്കിൾ. ലോകത്തിലെ ഏറ്റവും വലിയ മിറാക്കിൾ എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യൻ തേടി നടന്നത് എന്താണോ അത് അവന് കിട്ടുക എന്നുള്ളതാണ്. സമാധാനം, സന്തോഷം, കോൺഫിഡൻസ്, ആത്മധൈര്യം, ആത്മവിശ്വാസം, ആത്മജ്ഞാനം, ലൈറ്റനിങ്, മൈൻഡ് പവർ, മോട്ടിവേഷൻ എല്ലാം അന്വേഷിച്ച് അലയുകയാണ് മനുഷ്യൻ. അതാണ് അതിന്റെ ആകത്തുകയാണ് മിറാക്കിൾ. അതിന്റെ ആകത്തുകയാണ് സമാധാനം. സമാധാനമുള്ള മനസ്സിൽ ഇതെല്ലാം ഉണ്ടാവും, അല്ലെ? സമാധാനമുള്ള മനസ്സിൽ നമുക്ക് എന്ത് പോസിറ്റിവിറ്റിയും പറയാം, എന്ത് പോസിറ്റിവിറ്റിയും ചിന്തിക്കാം. സമാധാനം ഇല്ലാത്ത മനസ്സിനോട് പറയുവാണ് നിങ്ങൾ പോസിറ്റീവ് മാത്രം പറ, അപ്പൊ നിങ്ങൾക്ക് പോസിറ്റീവ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമാധാനം ഇല്ലാത്ത ഈ മനസ്സിന് പോസിറ്റീവ് പറയാൻ പറ്റുമോ? നിങ്ങൾ അത്രയും ചിന്തിച്ചാൽ മതി. മോട്ടിവേഷനുകളും ലോ ഓഫ് അട്രാക്ഷനും NLPയും EFTയും അങ്ങനെ നൂറുകണക്കിന് കോഴ്സുകൾ ഇന്ന് ഓൺലൈനിൽ സജീവമാണ്. അതുകൂടാതെ യൂട്യൂബിലും ഫേസ്ബുക്കിലും റീൽസിലും വരുന്ന അറിവുകൾ വേറെ. എല്ലാവരും നിങ്ങളോട് പറയുന്നു നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങൾക്ക് പണം തനിയെ വരും. ഇതൊക്കെ വേണമെങ്കിൽ പോസിറ്റീവായിട്ടിരിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ആദ്യം നമ്മുടെ മനസ്സ് ശാന്തമാകണം. നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോഴാണ് നമ്മുടെ ആത്മാവ് ശാന്തമാവണം. എങ്ങനെയാണ് മനസ്സിനെ ആത്മാവിനെയും തിരിച്ചറിയാൻ പറ്റുക എന്ന് പലരും ചിന്തിക്കാറുണ്ട്. എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? ആ മനസ്സാണ് ലോജിക്ക് കൊണ്ടുവരുന്നത്. വലിയ വലിയ ലോജിക്കുകൾ കൊണ്ടുവരും. ആ ലോജിക്കുകളിൽ നിന്നും നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. മനസ്സ് കൊണ്ടുവരുന്നതാണ് ലോജിക്ക്. അതെനിക്ക് ചെയ്യാൻ പറ്റുമോ? വളരെ സിമ്പിളാണ് ഇതിനെ തിരിച്ചറിയാൻ. നമുക്കൊരാളോട് പോയിട്ട് നമ്മുടെ ആവശ്യം പറയണം. നമുക്കൊരാളോട് നമ്മുടെ ആവശ്യങ്ങൾ പറയണം. അപ്പൊ നമ്മുടെ ആത്മാവ് പറയുന്നുണ്ടാവും, ഓക്കെ അതിനെന്താ, പോയി പറഞ്ഞോ, ധൈര്യമായിട്ട് നീ പോയി ചോദിക്ക്. അതേസമയം നമ്മുടെ മനസ്സ് പറയുന്നുണ്ടാവും, വേണ്ട, നിനക്ക് അതിനുള്ള ധൈര്യമില്ല, നീ ചോദിച്ചാൽ കിട്ടുമോ, അത് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നിങ്ങനെ പറയും. അതാണ് മനസ്സ്. ലോജിക്ക് പറയും കിട്ടുവോ. ഈ ലോജിക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സമാനം നഷ്ടപ്പെട്ടു പോകും. അവിടെയാണ് നമ്മൾ യഥാർത്ഥ ആത്മാവിനെ തിരിച്ചറിയേണ്ടതും അവിടെയാണ് നമ്മൾ ഈ സോളിനെ അവേക്കൻ ചെയ്യേണ്ടതും. അതാണ് യഥാർത്ഥ മൈൻഡ് പവർ, മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ സീക്രട്ടാണ്, ഈ രഹസ്യമാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതും ഈ രഹസ്യത്തെ കുറിച്ചാണ്. എങ്ങനെ സമാധാനം കിട്ടും, എങ്ങനെ സന്തോഷം കിട്ടും, എങ്ങനെ പണം നേടാം, എങ്ങനെ ബന്ധങ്ങൾ സുദൃഢമാക്കാം. ഇതിന്റെ രഹസ്യമാണ് മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സീക്രട്ടാണ് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ, നിങ്ങളുടെ ആത്മാവിന്റെ ഉള്ളിൽ പുണ്യമായ ഒരു ഉദ്യാനം, ഒരു നല്ല പൂന്തോട്ടമുണ്ട് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരു പൂന്തോട്ടം, ദിവ്യമായ സ്നേഹം, ദിവ്യമായ അനുഭൂതി, ദിവ്യമായ കാരുണ്യം. സ്നേഹം, കാരുണ്യം ഇതൊക്കെ പറയുന്നത് എവിടെ നിന്ന് വരുന്നതാണ്? പരമാത്മാവിൽ നിന്നും, ദൈവത്തിൽ നിന്നും, ഈശ്വരിൽ നിന്നും, സൃഷ്ടാവിൽ നിന്നും വരുന്നതാണ്. ഇത് മനുഷ്യരിൽ എല്ലാവരുടെ ഒഴുകുന്നുണ്ട്. സ്നേഹമില്ലേ? നമുക്ക് സ്നേഹമുണ്ട്. കാരുണ്യമില്ലേ? ആരെങ്കിലും കഷ്ടപ്പെടണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാരുണ്യം തോന്നൂലേ? നമ്മുടെ മനസ്സിൽ എല്ലാം ഉണ്ട്. നമ്മുടെ മനസ്സിൽ എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഈശ്വരൻ നമ്മളെ ഈ ലോകത്തായിട്ട് അയച്ചിട്ടുള്ളത്, ദൈവം അയച്ചിട്ടുള്ളത്. നമ്മൾ അതിനെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടെത്തുക, അതാണ് ഇതിന്റെ രഹസ്യം. നമ്മൾ ആ ഉദ്യാനത്തെ കണ്ടെത്തുക. വിവിധ തരം പൂക്കൾ വിരിയുന്ന, കാരുണ്യത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, ദയയുടെ പൂക്കൾ വിരിയുന്ന ആ ഉദ്യാനത്തെ നമ്മളൊന്ന് അറിയുക. അറിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണത്. മനസ്സ് സമാധാനമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് ഈ പറയുന്ന എല്ലാത്തിനെയും നമുക്ക് ആകർഷിക്കാൻ കഴിയും. അവിടെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന സാധനം, നിങ്ങൾ എന്താഗ്രഹിച്ചാലും നിങ്ങളിലേക്ക് വരും എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് വരും എന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുന്നത്. ഈ ഭൂമി മറ്റ് സാധനങ്ങളെല്ലാം അങ്ങനെ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും നിങ്ങൾക്ക് ആകർഷിക്കാൻ പറ്റും എന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുന്നത്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരു രഹസ്യമുണ്ട്, ഒരു സീക്രട്ട്. ആ രഹസ്യമാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത്. ആ രഹസ്യം എന്ന് പറയുന്നത് ആണ് നിങ്ങളുടെ സോളിനെ അവേക്കൻ ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ സോൾ പവർഫുൾ ആയി കഴിഞ്ഞാൽ, സോൾ പ്രകാശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും നിങ്ങൾക്ക് ആകർഷിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ സമയം മനസമാനാണോ വേണ്ടത്? മനസമാനം ആകർഷിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് വിഷമങ്ങൾ വേണോ? അതിനെ നിങ്ങൾക്ക് ആകർഷിക്കാം. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, സാർ ആരെങ്കിലും ജീവിതത്തിൽ വിഷമങ്ങൾ ആഗ്രഹിക്കുമെന്ന്, അല്ലേ? അങ്ങനെ ചിന്തിക്കൂലേ? ആരെങ്കിലും ജീവിതത്തിൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചിന്തിക്കുമെന്ന്? അങ്ങനെയാണ് ഈ ലോകത്ത് എല്ലാവരും മധുരം മാത്രം ഇഷ്ടപ്പെടുന്നു. പാവയ്ക്കൊന്നും തിന്നാനേ പാടില്ല.
പാവയ്ക്ക ഒന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോലും പാടില്ല. വേദന ഇഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? വേദന ഇല്ലെങ്കിൽ ജീവിതം പൂർണ്ണമല്ല എന്ന് വിശ്വസിക്കുന്ന എത്ര ആളുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം? വേണ്ട, ചെറുപ്പത്തില് ഒരു സൈക്കിളൊക്കെ ചവിട്ടാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സൈക്കിൾ ചവിട്ടാൻ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. എത്ര തവണ വീണാലും കാല് മുറിഞ്ഞാലും വീണ്ടും ആവേശത്തോടു കൂടി കയറുന്നുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യില്ല. അന്നേരത്തെ ആ വേദനയൊക്കെ ഒരു സുഖമാണ് അവർക്ക്. അതൊന്നൊരു വിഷയമല്ല, അതൊന്നൊരു വിഷയമേ അല്ല. ആ വേദനയെ പോലും അന്നേരം സ്നേഹിക്കുകയാണ്. എന്തിന്? ഈ വലിയ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ആ വേദനയെ സ്നേഹിക്കുകയാണ്. ചിലരോട് ചോദിക്കും എങ്ങനെയുണ്ട് ഭർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര പ്രശ്നക്കാരനാ, പക്ഷെ എന്നെ ഭയങ്കര ഇഷ്ടാ, എനിക്ക് ഭയങ്കര പ്രശ്നക്കാരനാ, പക്ഷെ ഭാര്യ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, പക്ഷെ എന്നെ ഭയങ്കര കാര്യ. ആ പ്രശ്നങ്ങൾക്കിടയിലും ഒരു സന്തോഷത്തെ കണ്ടെത്തുകയാണ് അവിടെ. ആ പ്രശ്നങ്ങൾക്കിടയിലും ആ ആത്മാവ്, സോൾ ഒരു സന്തോഷത്തെ കണ്ടെത്തുകയാണ്. സന്തോഷം, നമ്മളെല്ലാവരും സന്തോഷം തേടി നടക്കുകയാണ്. എപ്പോഴും നമ്മൾ പറയുന്നു ആ സന്തോഷം നിങ്ങളുടെ ഉള്ളിലാണ്. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ നട്ടിരിക്കുന്ന ഒരു വിത്താണത്. ആ വിത്ത് ഇപ്പോൾ ഇങ്ങനെ പൊട്ടി മുളച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നിങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസം നിങ്ങൾ പങ്കെടുക്കണം. ഞാൻ സംസാരിക്കുന്നത് ഒന്നും അല്ല ഇതിനകത്തെ പ്രോസസ്സ്. നമ്മുടെ ലാസ്റ്റ് 15 നിമിഷം നിൽക്കുന്ന ആ സോൾ അവേനിക്കനിങ് പ്രോസസ്സാണ് നിങ്ങളുടെ മനസ്സിനെ സമാധാനത്തിലേക്ക് നയിക്കുന്ന, സമൃദ്ധിയിലേക്ക് നയിക്കുന്ന, സന്തോഷത്തിലേക്ക് നയിക്കുന്ന പ്രോസസ്സ്. ഞാൻ സംസാരിക്കുന്നത് മാത്രമല്ല. നിങ്ങൾ ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ ഒരു ഉദ്യാനം, നിങ്ങളുടെ മനസ്സിൽ ഒരു ആത്മാവ് എന്ന് പറയുന്ന ഒരു ഉദ്യാനം, എല്ലാ പൂക്കളും വിരിഞ്ഞു നിൽക്കുന്നു, വിവിധ സുഗന്ധങ്ങൾ വരുന്നു. അവിടെ പക്ഷികൾ പാട്ടുപാടുന്നത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല, സന്തോഷം കൊണ്ടാണ്. സന്തോഷം കൊണ്ട് അങ്ങനത്തെ ഒരു ഉദ്യാനം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള, നിങ്ങളുടെ ആത്മാവാകുന്ന ദിവ്യശക്തിയുള്ള, വിവിധ പൂക്കൾ വിരിയുന്ന, സുഗന്ധമുള്ള അത് നിങ്ങൾക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അടിക്കുന്ന കൊടുങ്കാറ്റിനെ ഒന്ന് നിർത്തണം. കൊടുങ്കാറ്റില് നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാൻ പറ്റൂല. വലിയ ശക്തമായ കാറ്റടിക്കുമ്പോൾ സുഗന്ധമൊന്നും കിട്ടൂല. അതാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊണ്ടിരിക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് അതാണ്. മനസ്സിലെ ആ യുദ്ധം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന, ഇത് ശരിയാണോ തെറ്റാണോ, ഇത് മറ്റ് ചിന്തകള്, നമ്മളെ വിഷമിപ്പിക്കുന്ന ചിന്തകള്, ഇതെല്ലാം ഒരു യുദ്ധം പോലെയാണ്, ഒരു വലിയ കൊടുങ്കാറ്റായി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൊടുങ്കാറ്റിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിശബ്ദരാകണം എന്ന് പറയുന്നത്. നിങ്ങൾ നിശബ്ദരാകണം. കുറച്ച് സമയം, എന്റെ മുന്നിലിരിക്കുന്ന ആ സമയം, നിങ്ങളുടെ മനസ്സും ആത്മാവും എല്ലാം ഒന്ന് നിശബ്ദമായിരിക്കണം. വെറുതെ നിശബ്ദനായ പോരാ, ആഴത്തിലുള്ള നിശബ്ദത. നിങ്ങളുടെ ആത്മാവിലുള്ള ഉദ്യാനത്തിലേക്കുള്ള ഒരു വാതിൽ തുറന്നു തരാനാണ് ഒരു ഗുരു എന്ന നിലയിൽ ഞാൻ ശ്രമിക്കുന്നത്. ഒരു മാസ്റ്റർ, ഒരു സോൾ മാസ്റ്റർ എന്നുള്ള നിലയിൽ ഞാൻ ശ്രമിക്കുന്നത് ആ ഉദ്യാനത്തിലേക്കുള്ള ഒരു വാതില് അതെങ്ങനെ തുറന്നു തരാം. ആ വാതില് പുറത്തെവിടെയല്ല, ലോകത്തെവിടെ നിങ്ങൾ അന്വേഷിച്ചാലും ആ വാതില് കിട്ടൂല. ആ വാതിൽ നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങൾ എങ്ങോട്ട് പോയാലും, എല്ലാം ഈ ലോകത്തുള്ള സകലതും നിങ്ങളുടെ കൂടെ വരും, നിങ്ങളുടെ കൂടെ സഞ്ചരിക്കും. തുടരും എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്നത് തന്നെ ആന നടക്കുമ്പോൾ കാടും കൂടെ നടക്കും എന്നാണ് വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് ഇങ്ങനെ ആന നടന്നു പോകുമ്പോ ഇങ്ങനെ കാട് ഒലഞ്ഞ് അതിന്റെ കൂടെ പോകുന്നത് ആണ് കാണിക്കുന്നത്. അതുപോലെയാണ് നിങ്ങളുടെ ആത്മാവും. നിങ്ങൾ സഞ്ചരിക്കുന്നിടത്തുള്ള ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കും. നിങ്ങൾ സഞ്ചരിക്കുന്നതിലൂടെ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കും. ലോകം മുഴുവൻ, ലോകത്തുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ കൂടെ സഞ്ചരിക്കും. പക്ഷെ നിങ്ങളുടെ ആത്മാവ് ഭയങ്കര പവർഫുൾ ആയിരിക്കണം. സോൾ ആ പവർഫുൾ ആക്കുക എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ വേണ്ടി നിങ്ങളുടെ സോളിന്റെ അവേക്കനിങ് പ്രോസസ്, നിങ്ങളുടെ സോളിന്റെ പവർ, നിങ്ങളുടെ മൈൻഡിന്റെ പവർ പുറത്തേട്ട് വരുന്നതിനുള്ള പ്രോസസ്സ് ഇപ്പൊ കുറച്ച് ദിവസമായി കണ്ടിന്യൂ ചെയ്യുന്നവർക്കാണ് ഞാൻ പറയുന്നത്. ആദ്യമായി ഈ ക്ലാസ്സിൽ വരുന്ന ആളുകൾ വെയിറ്റ് ചെയ്യുക. ഞാൻ കുറച്ച് ദിവസമായി കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളോട് പറയുന്നു, നിങ്ങൾ ഇനി സംസാരിക്കുമ്പോൾ ഒരു ദയയോടുകൂടി സംസാരിക്കുക, അവബോധത്തോടു കൂടി നടക്കുക. നിങ്ങൾ കാണുന്ന സൗന്ദര്യം നിങ്ങളൊന്ന് ആസ്വദിക്കുക. വ്യത്യസ്തതയിൽ നിങ്ങളുടെ മനസ്സിപ്പോ വലിയ ശാന്തമായിരിക്കും. കുറച്ചു ദിവസമായി ഇതിന്റെ കൂടെ പോകുന്ന ആളുകളുടെ മനസ്സ് ഒരു പ്രത്യേക ശാന്തത, എന്താണ് എന്ന് പറയാൻ കഴിയാത്ത ഒരു ശാന്തത നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. നിങ്ങളുടെ മുഴുവൻ മേഖലകളിലും നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പുള്ള നിങ്ങളായിരിക്കൂല ഇപ്പോഴത്തെ നിങ്ങൾക്കുള്ളിൽ ഒരു മുള പൊട്ടി വന്നിട്ടുണ്ട്. യെസ്, ഒരു വിത്ത് മുള പൊട്ടി വന്നിട്ടുണ്ട്. ഈ വിത്ത് നേരത്തെ നട്ടിരുന്നതാ, നമ്മൾ കാണാതെ പോയതാ. നമ്മുടെ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനം എല്ലാം ദൈവത്തിന്റെ നാമങ്ങളാണ്, പരമാത്മാവിന്റെ, ഈശ്വരന്റെ, അള്ളാഹുവിന്റെ നാമങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അത് അനുഭവിക്കുന്നുണ്ടാവും. എല്ലാവരും ആ അനുഭവമാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി പേടി ഉണ്ടാവൂല. നിങ്ങൾ പേടിച്ച് ജീവിക്കേണ്ടി വരൂല, പേടിച്ച് മരിക്കേണ്ടിയും വരൂല. അതിലും വലിയ എന്ത് ഗ്യാരണ്ടിയാണ് വേണ്ടത് മനുഷ്യന്? പേടിച്ച് ജീവിക്കേണ്ടി വരൂല, പേടിച്ച് മരിക്കേണ്ടി വരും. ഈ രണ്ട്
ഗ്യാരണ്ടി അല്ലേ ലോകത്തെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. ഒന്നിനെ നിങ്ങൾ പേടിച്ച് ജീവിക്കേണ്ടി വരില്ല. നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ മനസ്സ് ശക്തിയായി വരുമ്പോൾ, അതിനകത്ത് പ്രകാശം നിറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഈശ്വരൻ തന്നെ, ദൈവം തന്നെ, ഡിവൈനിറ്റി തന്നെ നിങ്ങളിലൂടെ ഒഴുകുന്നതാണ് നിങ്ങൾ ഫീൽ ചെയ്യുക, അല്ലെ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു, സന്മനസ്സുള്ളവർക്ക് സമാധാനം, അസ്സലാം. നിങ്ങളുടെ ആത്മാവ് ഈ പ്രകാശത്തിന്റെ നിറകുടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സന്മനസ്സുള്ളവരായി മാറി. ആ സന്മനസ്സിന്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. അല്ലാതെ നമ്മൾ കുറച്ചു നേരം സമാധാനമായിട്ടിരുന്നു എന്നിട്ട് സമാധാനം ഇല്ലാതിരിക്കുന്നു, അതല്ല. നിങ്ങൾ ആ ദയയും കാരുണ്യവും അവബോധവും ഉള്ള ഒരു ആത്മാവായി നിങ്ങൾ മാറുന്നുവോ, അന്നു മുതൽ നിങ്ങൾക്കുള്ളിൽ ഒരു പ്ലാന്റ്, ഒരു വിത്ത് മുള പൊട്ടി പുറത്തേക്ക് വരും. അതിന്റെ പേരാണ് സമാധാനം. അതാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അതാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം, അതാണ് അസ്സലാം. എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്ന ആ സമാധാനം, അതിലേട്ടാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്, അതിലേട്ട്. അതേസമയം നിങ്ങൾ ചോദിക്കും, ഈ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ഇടയിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നല്ല ഭംഗിയുള്ള റോസാപ്പൂവിന് മുള്ളുകൾ കാണും. നമ്മൾ എന്താണ് ശ്രമിക്കുന്നത്? നമ്മുടെ മനസ്സും നമ്മളും ഇന്ന് വരെ ശ്രമിച്ചുകൊണ്ടിരുന്നത് ആ സമാധാനം, സന്തോഷം എന്ന റോസാപ്പൂവിനെ പിടിച്ചു പറിച്ചിങ്ങെടുക്കാനാണ്, അല്ലെ? പിടിച്ചു പറിച്ചിങ്ങെടുക്കാനാണ്. അതാണ് നമ്മൾ അലറി വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവമേ, എനിക്ക് സമാധാനം തന്നെ, എനിക്ക് സന്തോഷം തന്നെ, എനിക്ക് സമ്പത്ത് തന്നെ. പിടിച്ചു പറിച്ചെടുക്കാനാണ് നോക്കുന്നത്. ആ ദൈവ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവധാനതയോടുകൂടി, സമാധാനത്തോടുകൂടി നിങ്ങൾ ആ സന്തോഷത്തെ ഒരിക്കലും അപ്രോച്ച് ചെയ്തിട്ടില്ല ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ കലുഷിതമായ മനസ്സോട് കൂടിയിട്ടാണ് അവിടെ അപ്രോച്ച് ചെയ്യുന്നത്. മുള്ളൊരിക്കലും ഒരു ശാപമല്ല. മുള്ള് നമ്മളെ വേദനിപ്പിച്ചൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുള്ള് നിങ്ങളെ ഉപദ്രവിക്കാനല്ല, നിങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മനസ്സിന്റെ ആഴിയിൽ, അഗാധതയിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ദിവ്യമായ ആ സ്നേഹത്തെ നോക്കാനുള്ള ഒരു ആഹ്വാനമാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ഇതൊക്കെ വലിയ പ്രകാശമടിക്കുന്ന സൂര്യന്റെ പ്രകാശത്തിൽ നമ്മൾ നിൽക്കുന്ന ആ പ്രകാശത്തിൽ നിഴലുണ്ടാകുന്നത് പോലെ ആ നിഴലിനെയും നമ്മൾ ആശ്ലേഷിക്കണം. ആ നിഴലിനെയും നമ്മളൊന്ന് സ്നേഹിക്കണം. നമ്മുടെ വിഷമങ്ങളെ നമ്മളൊന്ന് സ്നേഹിച്ചു നോക്കി. അപ്പൊ ആ സൈക്കിൾ ചവിട്ടുന്ന കുട്ടിയുടെ മനസ്സിലേക്ക് നമ്മൾ വരും. സൈക്കിൾ ചവിട്ടി അതിൽ നിന്ന് വീഴുമ്പോ ഉണ്ടാകുന്ന മുറിവിനെ സ്നേഹിക്കുന്ന കുട്ടി. അപ്പൊ ആ മുറിവ് ഒരു പ്രശ്നമായിരിക്കില്ല, ആ വേദനകൾ ഒരു പ്രശ്നമായിരിക്കില്ല. ആ വേദനകളൊന്നും അല്ല സത്യം. വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും അല്ല സത്യം. അതിനപ്പുറത്ത് കടലിന്റെ ശാന്തത. ഇന്നലെ ഞാൻ പറഞ്ഞു തന്നില്ലേ, ലോകത്തെ കടലിന്റെ ഏറ്റവും വലിയ ശാന്തത എന്ന് പറയുന്ന ഈ പ്രഭാതത്തെ നിങ്ങൾ കാണുന്നത് വെളിച്ചത്തിന് വേണ്ടി മാത്രമല്ല, അതിന് നിഴലുകളുമുണ്ട്. ആ നിഴലുകളെയും നിങ്ങൾ ആലിംഗനം ചെയ്യുമ്പോൾ, നിങ്ങൾ അതിനെയും കൂടി ഒന്ന് സ്നേഹിക്കുമ്പോൾ, നിങ്ങൾ അപ്പുറത്ത് നിങ്ങൾ പ്രിയപ്പെട്ടവനെ നിങ്ങൾ കണ്ടെത്തും. പ്രിയപ്പെട്ട ഒരു പ്രണയത്തെ നിങ്ങൾ കണ്ടെത്തും. പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രണയിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും, പ്രണയിക്കാത്തവർക്കും കേട്ട് മനസ്സിലാവും, കണ്ടു മനസ്സിലാവും. എന്തും ത്യജിക്കാൻ തയ്യാറാവും പ്രണയത്തിന്റെ സമയത്ത് ആളുകൾ, എന്തും ത്യജിക്കാൻ തയ്യാറാവും. ആ പ്രണയം ഈ ദിവ്യമായ സ്നേഹത്തോട്, ഈശ്വരനോട്, സൃഷ്ടാവിനോട്, നമ്മൾ കണക്ട് ചെയ്യുന്ന അതിശക്തമായ ആ സൃഷ്ടാവിനോട്, ആ പ്രപഞ്ചത്തോട്, യൂണിവേഴ്സിനോട് ആ പ്രണയം വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ലോകത്ത് ഒരു ശക്തിക്കും പിന്നെ നിങ്ങളെ തടയാൻ കഴിയും. ആ പ്രണയം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന തടസ്സങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ നിങ്ങൾക്ക് വെറും നിസ്സാരമായ ചെറിയ ചെറിയ റോസാപ്പൂവിന്റെ മുള്ളുകൾ പോലെ ഫീൽ ചെയ്യുള്ളൂ. യെസ്, സോജാമാൻ പറഞ്ഞോ, ട്രക്കിങ്ങിന് പോയിട്ട് സൺറൈസ് കാണുന്ന പോലെ, ട്രക്കിങ്ങിന് പോയി കഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് ചാടി മറിഞ്ഞ് കുത്തി കയറി മുകളിൽ കയറി ചെന്നിട്ട് സൂര്യൻ ഉദിച്ചു വരുന്നത് കാണുന്ന പോലെ, വിഷമങ്ങളും സങ്കടങ്ങളും സഹിച്ച് മലയൊക്കെ കയറി ചവിട്ടി കയറി മുകളിൽ കയറിപ്പോയി സൂര്യൻ ഉദിച്ചു വരുന്നത് നിങ്ങൾ കാണുന്ന പോലെ. യെസ്, നിങ്ങൾ അവിടെ എത്തി നിൽക്കുകയാണ്. നിങ്ങൾ മറന്നുപോയ ഒരു പൂന്തോട്ടത്തിലേക്ക് നിങ്ങൾ കയറാൻ റെഡിയായി നിൽക്കുകയാണ്. ആ പൂന്തോട്ടത്തിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിത്യമായ ഒരു ശാന്തത, നിത്യമായ ഒരു ആനന്ദം, വിഷമങ്ങളിലും സങ്കടങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അതൊക്കെ ഉള്ളപ്പോ തന്നെ അതിന്റെ എല്ലാം മേലെ നിൽക്കുന്ന, അതിന്റെ എല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു ആനന്ദം, ഒരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അവിടെയാണ് നിങ്ങളുടെ വിജയം. പല പ്രോഗ്രാമുകളും പല കോഴ്സുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇതുപോലത്തെ തന്നെ പ്രോഗ്രാമിൽ പോയിട്ടുണ്ടാവും. ചില പ്രോഗ്രാം ഇതുപോലത്തെ നടക്കുന്നതിൽ നിന്ന് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇവിടെ സ്നേഹമാണ്, സന്തോഷമാണ്, സമാധാനമാണ് നടക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ പുറകെ, ഈ യാത്രയിൽ നമ്മുടെ കൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും. ചുരുങ്ങിയത് 7 ദിവസം മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് 41 ദിവസം നിങ്ങൾ പൂർത്തിയാക്കണം. അത് കഴിഞ്ഞ് തുടരണോ വേണ്ടോ എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കാം, നിങ്ങളുടെ ആഗ്രഹം പോലെ. ഇതുപോലൊരു കോഴ്സ് കറക്റ്റ് സോജാമാം, ഇതുപോലെ നിങ്ങൾക്ക് എവിടെയും ഇത് കിട്ടില്ല. ഇനി നമുക്ക് നല്ല ഉറപ്പുണ്ട്, ലോകത്തെവിടെയും ഇങ്ങനെ ഒരു കോഴ്സ് നടക്കുന്നില്ല. പിന്നെ നടക്കുന്നുണ്ട്, ചിലരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോട് അമിതമായ പണം ഈടാക്കിയും പൈസ വാങ്ങിയിട്ടും ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഫ്രീ ആയി
ആയി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ഫ്രീ ആയി കിട്ടുന്നതിന് മനുഷ്യന് വാല്യൂ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് വാല്യൂ ഉണ്ട്. ഇവിടെ പങ്കെടുക്കുന്നവർക്ക് വാല്യൂ ഉണ്ട്. എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങൾ ഇതിന്റെ ആവശ്യക്കാരാണ്. നിങ്ങൾ ആവശ്യക്കാരായതുകൊണ്ടാണ് ഇവിടെ പങ്കെടുക്കുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് നമുക്ക് കിട്ടുന്ന വായു, നമ്മുടെ ഓക്സിജൻ, നമ്മുടെ ശരീരം, കണ്ണ്, കാത്, മൂക്ക്, കയ്യ്, കാല്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാ. അതിനാണോ വാല്യൂ കാശ് കൊടുത്ത് വാങ്ങിയ 10, 20, 30 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ കാറിനാണോ വാല്യൂ? അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങിയ സാധനത്തിനാണോ വാല്യൂ? പറയുമ്പോൾ നമ്മൾ പറയും എന്റെ മക്കളോടാണ് എനിക്ക് വാല്യൂ, എന്റെ മാതാപിതാക്കളോടാണ് വാല്യൂ എന്ന് പറയും. പക്ഷെ മറ്റതൊക്കെ ദൈവം ഫ്രീ ആയിട്ട്, ഈശ്വരൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ട് വാല്യൂ ഉണ്ട് നിങ്ങൾക്ക്. പക്ഷെ ആ വാല്യൂവിനെ നിങ്ങൾ കാണില്ല. ദൂരെ ഒരു ഗ്രാമത്തില് ഒരിക്കൽ സാറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നല്ലൊരു പൂന്തോട്ടം നട്ടു വളർത്തിയിരുന്നു. വ്യത്യസ്തമായ ചെടികളും വ്യത്യസ്തമായ പൂക്കളും. ആ പൂന്തോട്ടത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക സൗരഭ്യം, പ്രത്യേകമായിട്ടുള്ള ഒരു 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 സുഗന്ധം വീശിയിരുന്നു. സാറയുടെ പൂന്തോട്ടം എന്ന് പറയുന്നത് അത്ര ഒരു പറുദീസ, ഒരു പ്രകാശത്തിന്റെ പറുദീസ പോലെയാണ്. പൂക്കളുടെയും മരങ്ങളുടെയും അവരിങ്ങനെ അവരുടെ മന്ത്രണം വരുന്ന ഒരു പ്രകാശമാനമായ വെളിച്ചത്തിന്റെ ഒരു പറുദീസ പോലെ. ദൂരെ നിന്നും ആളുകൾ ഈ ഈ ഈ കാഴ്ച കാണുന്നതിനും, ഈ പൂന്തോട്ടം കാണുന്നതിനും, ഈ ഗാർഡൻ സന്ദർശിക്കുന്നതിനും, അവിടുത്തെ ആ സുഗന്ധം ആസ്വദിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരുമായിരുന്നു ദൂരെ നിന്ന്. സാറ അവരെല്ലാം ഊഷ്മളമായിട്ട് സ്വാഗതം ചെയ്യുമായിരുന്നു. കഥ ശ്രദ്ധിച്ച് കേൾക്കണേ. അങ്ങനെ സാറയുടെ പൂന്തോട്ടം എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ള, ആളുകൾക്ക് സമാധാനം കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന, സ്വസ്ഥത കിട്ടുന്ന ഒരു സ്ഥലമായി മാറി. പക്ഷെ പതിയെ 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 ആ ഗ്രാമം വികസിക്കാൻ തുടങ്ങി. ഗ്രാമത്തിൽ വലിയ വലിയ റോഡുകൾ വരാൻ തുടങ്ങി, വലിയ വലിയ ബിൽഡിങ്ങുകൾ വരാൻ തുടങ്ങി. പതിയെ പതിയെ അതൊരു പട്ടണമായി മാറി. പതിയെ പതിയെ സാറയുടെ ഗ്രാമം ഒരു പട്ടണമായി മാറി. പതിയെ പതിയെ സാറയും വാർദ്ധക്യത്തിലേട്ടും ക്ഷീണത്തിലേട്ടും വീഴാൻ തുടങ്ങി. ഈ ശബ്ദമയമായ ഭയങ്കര തിരക്കേറിയ പട്ടണത്തിൽ തന്റെ പൂന്തോട്ടം സംരക്ഷിക്കാൻ കഴിയാതെ ആ പൂന്തോട്ടത്തിൽ കളകളും പുൽപ്പടർപ്പുകളും ഒക്കെ കയറി നശിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം സാറ പതിയെ ആ പൂന്തോട്ടം പൂട്ടിയിട്ടു. നല്ല മധുര സംഗീതങ്ങൾ പാടിയിരുന്ന പക്ഷികളൊക്കെ അവിടെ നിന്ന് പറന്നു പോകാൻ തുടങ്ങി. ഒരിക്കൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു ദർവീഷ്, ഒരു മിസ്റ്റിക് സാറയുടെ മുമ്പിലെത്തി. പല മിസ്റ്റിക്കുകളും പല ദർവീഷുകളും അങ്ങനെയാണ്. കുറഞ്ഞ കാലം മാത്രമേ അവരെ കിട്ടുള്ളൂ. ഏറിയാൽ കുറച്ച് കാലം. അത് കഴിഞ്ഞാൽ അവർ വേറെ സ്ഥലത്തേട്ട് പോകും, വേറെ ആളുകളിലേക്ക് പോകും. അങ്ങനെ ഒരിക്കൽ വന്ന് ഈ ദർവീഷ് ഒരു മിസ്റ്റിക്ക് വന്നു, ഗുരുനാഥൻ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പല ദേശങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ സമാനതകളില്ലാത്ത സൗന്ദര്യമുള്ള ഒരു ഉദ്യാനത്തെക്കുറിച്ച്, ഒരു പൂന്തോട്ടത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതെനിക്കൊന്ന് കാണാൻ കഴിയുമോ എന്ന് സാറയോട് ചോദിച്ചു. സാറ പറഞ്ഞു, ഇങ്ങനെ ഒരു ഉദ്യാനമൊന്നും ഇവിടെ ഇല്ല. ഒരു പൂന്തോട്ടം ഇവിടെ ഇല്ല. ഇവിടെ ക്ഷീണിച്ച ഹൃദയവും ക്ഷീണിച്ച കാലുകളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ഒരു വൃദ്ധ മാത്രമാണുള്ളത്. പക്ഷെ ഗുരുനാഥൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരുപക്ഷെ നീ ആ പൂന്തോട്ടത്തെക്കുറിച്ച് മറന്നുപോയിരിക്കാം, പക്ഷെ ആ പൂന്തോട്ടം നിന്നെ മറന്നിട്ടില്ല. കൗതുകത്തോടെ സാറ മടിച്ച് ആ ഗുരുനാഥനെയും കൊണ്ട് തന്റെ പൂന്തോട്ടത്തിലേക്ക് പോയി, പഴയ പൂന്തോട്ടത്തിലേക്ക്. നോക്കുമ്പോൾ അതെല്ലാം പൊടിയും ഒക്കെ നിറഞ്ഞ്, പൊടിയും കാടൊക്കെ പിടിച്ച് കിടക്കാണ്. ഗേറ്റ് കൊണ്ടുപോയി ബലമായി ഞരക്കത്തോടു കൂടിയിട്ട് ആ ഗേറ്റ് തുറന്നു. തന്റെ പൂന്തോട്ടം സുഗന്ധം പരത്തിയിരുന്ന, എല്ലാവരെയും ആകർഷിച്ചിരുന്ന, എല്ലാവർക്കും സമാധാനം നൽകിയിരുന്ന പൂന്തോട്ടം അവഗണന കൊണ്ട് ഒരു പഴകിയ വായുവായി, ഒരു പഴകിയ സ്മെല്ലും ഒക്കെ വരുന്ന ഇതായി മാറിയിരുന്നു. അവളുടെ ദുഃഖം കണ്ടപ്പോൾ ആ ഗുരുനാഥൻ അവളുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഈ പൂന്തോട്ടത്തിന് ഇനിയും പൂക്കാൻ കഴിയും. അതിന് ഒന്ന് വേണ്ടത് സൂര്യന്റെ വെളിച്ചവും സ്നേഹമുള്ള കൈയുടെ ഒരു സ്പർശനവുമാണ്. സാറയുടെ കണ്ണുകൾ നിറഞ്ഞു. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് അവൾ പതിയെ ആ കളകൾ പറിച്ചു മാറ്റാൻ തുടങ്ങി. ഓരോ ദിവസവും ചെറിയ ചെറിയ കളകളും എല്ലാം മാറ്റി അവൾ ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് ദാഹിച്ച ഭൂമി പതിയെ നനച്ചു കൊടുത്ത് പൂക്കളെല്ലാം പൂക്കളോട് മന്ത്രിച്ചു, ഞാൻ നിന്നെ പരിപാലിക്കാതിരുന്നതിന് നീ എന്നോട് ക്ഷമിക്കണം. ഗുരുനാഥൻ പറഞ്ഞു, നീ ഇപ്പോൾ പൂന്തോട്ടം മാത്രമല്ല പരിപാലിക്കുന്നത്, ആ പൂന്തോട്ടം നിന്നെയും കൂടി പരിപാലിക്കുകയാണ്. അങ്ങനെ കുറച്ച് നാൾ കടന്നുപോയി. സാറയുടെ പൂന്തോട്ടം തഴച്ചു വളർന്നപ്പോൾ അവളുടെ ആത്മസന്തോഷവും അതുപോലെ തന്നെ വളരാൻ തുടങ്ങി. മുമ്പത്തേക്കാൾ തിളക്കമുള്ള പൂക്കൾ ആ ഉദ്യാനത്തിൽ വിരിയാൻ തുടങ്ങി. ആനന്ദകരമായ സംഗീതം പൊഴിക്കുന്ന പക്ഷികൾ പതിയെ തിരിച്ചു വരാൻ തുടങ്ങി. സാറ പറഞ്ഞു, ഗുരുനാഥ, ഞാൻ വിചാരിച്ചു ഇതൊരു പൂന്തോട്ടം പുനഃസ്ഥാപിക്കുകയാണെന്ന്. പക്ഷേ സത്യത്തിൽ നിങ്ങൾ എന്നെ തന്നെ ഒരിക്കലും അവസാനിക്കാത്ത എന്നിലെ യുവത്വത്തെ, മരിച്ചാലും അവസാനിക്കാത്ത, മരണത്തിന് പോലും തടയാൻ കഴിയാത്ത എന്നിലെ യുവത്വത്തെ, എന്നെ തന്നെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ആ ഗുരുനാഥൻ പറഞ്ഞു, ഓർക്കുക, എല്ലായ്പ്പോഴും ആ പൂന്തോട്ടം നിങ്ങളുടെ ഉള്ളിലാണ്
എന്ന് ഓർക്കുക. ഇത് പറഞ്ഞുകൊണ്ട് ആ ഗുരുനാഥൻ അപ്രത്യക്ഷനായി. ഈ കഥയുടെ ആത്മീയ തലം, ഒരു ആത്മീയ യാത്രയുടെ രൂപമാണ് ഈ കഥ. സാറയുടെ പൂന്തോട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്, നിങ്ങളുടെ ആത്മാവിൽ. അതിലെ ഒച്ചപ്പാടുകൾ, ബഹളങ്ങൾ, പട്ടണങ്ങൾ, റോഡുകൾ, വാഹനം പോകുന്ന ശബ്ദം, ശബ്ദകോലാഹലങ്ങൾ, കുഴപ്പങ്ങൾ, അതാണ് ആ പട്ടണം. ആ അവഗണന, അതിൽ നമ്മൾ അതിന്റെ ആന്തരിക സൗന്ദര്യത്തെ, നമ്മളുടെ യഥാർത്ഥ ശക്തിയെ നമ്മൾ മറന്നു പോവുകയാണ്. നമ്മളുടെ യഥാർത്ഥ ശക്തിയെ നമ്മൾ മറന്നു പോവുകയാണ്. ആ മിസ്റ്റിക്, ദർവീഷ്, സന്യാസി, ആ സന്യാസി എന്ന് പറയുന്നത് നിങ്ങളുടെ ഗുരുനാഥനാണ്. നിങ്ങളെ ആ പൂന്തോട്ടം പുനഃസ്ഥാപിച്ചു തരാൻ, നിങ്ങളുടെ മനസമാധാനം സ്വയം പരിപാലിക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു തരാൻ വരുന്ന ഒരു ഗുരുനാഥനാണ്. നിങ്ങളുടെ ആത്മാവ് ദിവ്യമായ ഒരു ഉദ്യാനം, ഒരു പൂന്തോട്ടം പോലെയാണ് എന്ന നിഗൂഢ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പൂർണ്ണമായിട്ടും നിശബ്ദരും, നിങ്ങൾ സറണ്ടറും, നിങ്ങൾ ഫോക്കസ് ഉള്ളവരും ശ്രദ്ധയുള്ളവരും ആകുമ്പോൾ അത് പൂത്തുണർന്നാൽ നിങ്ങളുടെ സമാധാനം, സന്തോഷം എല്ലാം നിങ്ങളുടെ കളിയാടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ഉപയോഗിക്കാം. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളും കാറ്റുകളും ഒക്കെ ആഞ്ഞടിക്കുമ്പോഴും എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുമ്പോഴും നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങളുടെ ആ പൂന്തോട്ടം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിനാൽ നിങ്ങളുടെ പ്രവൃത്തികൾ ഒരു സൂര്യപ്രകാശം പോലെ ആകട്ടെ. നിങ്ങളുടെ പ്രവൃത്തികൾ ഒരു സൂര്യപ്രകാശം പോലെ, നിങ്ങളുടെ പ്രവൃത്തിയാകുന്ന സൂര്യപ്രകാശത്തിലൂടെയാണ് നിങ്ങളുടെ ഉദ്യാനം ഉയരുന്നത്. സമാധാനത്തോടെ, സന്തോഷത്തോടെ, ദയയോടെ നിങ്ങൾ ആളുകളോട് പെരുമാറുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിലും നിങ്ങൾ ദയയോടുകൂടി, സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി നിങ്ങളുടെ പ്രവൃത്തികൾ കൈകാര്യം ചെയ്യുമ്പോൾ, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ അങ്ങനെ പെരുമാറുമ്പോൾ, എത്ര ബുദ്ധിമുട്ടിക്കുന്ന മക്കളായിക്കൊള്ളട്ടെ, എത്ര ശല്യം ചെയ്യുന്ന മക്കളായിക്കൊള്ളട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പോഴും ആരോ ചോദിച്ചു, എങ്ങനെയാണ് ഈ മക്കളിലേക്ക് നമ്മൾ യഥാർത്ഥ ആത്മാവിന്റെ ആ ഒരു ഇത് കൊടുക്കുന്നതെന്ന്. മക്കളെ തല്ലാതിരുന്നാൽ മതി, വഴക്കു പറയാതിരുന്നാൽ മതി. അവർ കുസൃതി കാണിക്കും, പറഞ്ഞു കൊടുക്കുക. ഭർത്താവിന് ഇഷ്ടപ്പെടാത്തത് നമ്മൾ ഭാര്യയ്ക്ക് തോന്നും, ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്തത് ഭർത്താവിന് തോന്നും. ഇപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ഒരു സാധാരണക്കാരനല്ല. ഞാൻ 3-3.5 കോടി ജനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 100 പേര്, 100-100-ലധികം പേരാണ്. ഞാൻ അവരെ കാണേണ്ടത് ഞാനൊരു ഉയർന്ന മനസ്സിന്റെ, ഒരു ഉയർന്ന ആത്മാവിന്റെ ഉടമസ്ഥനാണ്. ആ സൂര്യപ്രകാശം നിങ്ങൾ എന്ന് നിങ്ങളിലേട്ട് ഇങ്ങനെ അടുപ്പിക്കുന്നുവോ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളണം. ആ സൂര്യപ്രകാശം നിങ്ങളുടെ മനസ്സിലെ പൂന്തോട്ടം വിരിയാൻ വേണ്ടിയിട്ടുള്ള ആ സൂര്യപ്രകാശത്തെ നിങ്ങൾ കടത്തിവിടണം. ആ സൂര്യപ്രകാശത്തെ നിങ്ങൾ കടത്തിവിടുന്നത് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയാണ്, സൗമ്യമായ പ്രവൃത്തി. എന്റെ ലൈഫ് കോച്ചിങ്ങിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ക്ലാസ്, ഏറ്റവും വിലയേറിയ ക്ലാസ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫ്രീ ആയിട്ട് ഓടുന്ന ക്ലാസ് ആണെന്ന് പറയും. എന്റെ കുറെ സ്റ്റുഡൻസ് ഇതിനകത്ത് ഇരിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതായിട്ട് തോന്നിയ ക്ലാസ് ഏതാ നിങ്ങളുടെ ജീവിതത്തിൽ? ഈ രാവിലെ നടക്കുന്ന ക്ലാസ് ആണോ, അതെയോ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയ ക്ലാസ് ആണോ? ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയത്. ഇതാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്. ഇത് എന്റെ സൂര്യപ്രകാശമാണ്. എന്റെ മനസ്സിലെ പൂന്തോട്ടത്തെ ഞാൻ ഉയർത്തുന്ന സൂര്യപ്രകാശം. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള സൂര്യപ്രകാശത്തെ നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. നല്ല പെരുമാറ്റത്തിലൂടെ, എത്ര ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആളോടും നിങ്ങൾ നല്ല സിമ്പിളായിട്ട് പുഞ്ചിരിച്ച് നിങ്ങൾ സംസാരിച്ചു നോക്ക്. ശക്തമായ എല്ലിനെ പോലും ഉരുക്കാനുള്ള ശക്തി മൃദുവായ നാവിനുണ്ട് എന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ സൂര്യപ്രകാശം ഒന്ന് കൊണ്ടുപോവാ. നിങ്ങളുടെ സൗമ്യമായ വാക്കുകൾ നിങ്ങളുടെ പൂന്തോട്ടത്തിനുള്ള മഴത്തുള്ളികളായിരിക്കും. നിങ്ങളുടെ സൗമ്യമായ നല്ല പ്രവൃത്തികൾ സൂര്യപ്രകാശമായിരിക്കും. നിങ്ങൾ പോകുന്നിടത്തെല്ലാം അതിന്റെ സുഗന്ധം. എന്നോട് സംസാരിക്കുന്ന പലരും പറയാറുണ്ട്, സാർ കുറച്ചു നേരം നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സമാധാനം. അവരോട് എനിക്ക് പറയാൻ പറ്റുമോ ഇതാണ് എന്റെ സമാധാനത്തിന്റെ രഹസ്യം എന്ന്? അതായത് ചുമ്മാ കാണുന്ന ആളുകളുടെ അവരോട് പറയാൻ പറ്റുമല്ലോ. നിങ്ങളെ ഇവിടെ വന്ന് എന്റെ വാക്കുകൾ കേൾക്കാതിരിക്കുമ്പോൾ അല്ലേ അത് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ പറയാൻ പറ്റൂല്ലോ. അതുപോലെ നിങ്ങളോട് സംസാരിക്കുന്നവർക്കും ഉണ്ടാവും, നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും, നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കുണ്ടാവും. നിങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മനസമാധാനം മാത്രമല്ല നേടുന്നത്, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ മനസമാധാനം, നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ സന്തോഷം, നിങ്ങളുടെ സമൂഹത്തിന്റെ സന്തോഷം, ഇതെല്ലാം നിങ്ങളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടും. നിങ്ങളുടെ പൂന്തോട്ടം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷെ അതിനെ പ്രകാശം കൊടുത്ത്, അതിന് മഴ കൊടുത്ത്, അതിന് വെള്ളം കൊടുത്ത് വളർത്താൻ നിങ്ങൾ തയ്യാറാണ്. അതിലെ ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകളാകുന്ന കളകളെ ഈ പോസിറ്റീവായിട്ടുള്ള, അവിടെയാണ് നീ പോസിറ്റിവിറ്റി കൊണ്ടുവരേണ്ടത്. അവിടെയാണ് പോസിറ്റിവിറ്റി വരുന്നത്. നിന്റെ നന്മയുള്ള പ്രവർത്തികൾ, നന്മയുള്ള സംസാരം, തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് പുറത്തു കൊടുക്കൽ, തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിലും നമ്മുടെ ഭാഗത്ത്, അതാണ് ഫോർഗീവ്നെസ്. അല്ലാതെ ലോകത്ത് ആരെങ്കിലും നമ്മളോട് ചെയ്ത പാവങ്ങൾക്ക് പുറത്തു കൊടുക്കലല്ല. ഇപ്പോ പ്രസന്റില് നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് പുറത്തു കൊടുക്കുക. അത് നമ്മുടെ ഭർത്താവാകാം, ഭാര്യയാകാം,
ആരുമാകാം. എത്രയൊക്കെ വേദനിപ്പിച്ചാലും ചിലത് നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. എത്രയൊക്കെ വേദനകൾ ഉണ്ടായാലും ചിലത് നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. അവിടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള പൂന്തോട്ടം വിരിഞ്ഞാൽ മതി. അവരും തനിയെ മാറും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്. അവർ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ വൈ എന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ടേ, വൈ, വെറും വൈ. യെസ്. അപ്പോ നമ്മള് നമ്മുടെ സോൾ അവേക്കനിങ് പ്രോസസ്സിലേക്ക് പോവുകയാണ്. ഇന്ന് കുറച്ചുകൂടി ഡീപ്പായിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും ആ പ്രോസസ്സ് തീരുന്നത് വരെ ഇരിക്കുക. ഞാൻ കണ്ണു തുറക്കാൻ പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പുറത്തു പോവുക. അപ്പൊ മാത്രമാണ് അതിന്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ പ്രോസസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും സോൾ, ആത്മാവ്, മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത് ഒരു ഡിവൈനിറ്റിയായിട്ട്, ഈ യൂണിവേഴ്സിലായിട്ട് കണക്ട് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ റൂട്ടിനെ ഞാൻ ക്ലിയർ ചെയ്ത് നിങ്ങളെ ആ കണക്ടിവിറ്റിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ആ സമയത്ത് നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ ബോഡിയും തമ്മിലുള്ള കണക്ടിവിറ്റി ക്ലിയർ ആകും. അതിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും എല്ലാം ലഭിക്കും. അതാണ് ഈ പ്രോസസ്സിന്റെ പ്രത്യേകത. സയന്റിഫിക്കലി ഡെൽറ്റ മോഡിലായിട്ട് നിങ്ങൾ മാറും. വളരെ ക്ലിയർ ആയ മൂവ്മെന്റ് ഉള്ള ഒരു മൂഡിലായിട്ട് നിങ്ങളുടെ മനസ്സും ശരീരവും ഒരുപോലെ യോജിക്കാൻ തുടങ്ങും. ആത്മീയപരമായി പറഞ്ഞാൽ യഥാർത്ഥമായ ആ ഒരു ശക്തിയിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു മാർഗം. ഇത് ഒരു മതങ്ങൾക്കും എതിരെയല്ല, ഒരു മതവിശ്വാസത്തിനും ഇത് തടസ്സമല്ല. നമ്മളൊരു ആരാധിക്കുകയോ ഒരു പ്രയറോ ഒന്നും ഇവിടെ നടത്തുന്നില്ല. ചിലർ പ്രയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ കൊണ്ടുപോകും. നമ്മൾ ഇതെല്ലാം വിട്ടേക്കുക. ഇതൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ മാത്രം അറിയുന്ന, നമ്മുടെ ഈശ്വരനും പ്രപഞ്ചവും അള്ളാഹുവും സൃഷ്ടാവും ദൈവവും നമ്മൾ മാത്രം അറിയുന്ന ഒരു പ്രോസസ്സാണ്. ഇതൊരു മതത്തിന്റെ പ്രോസസ്സോ ഒന്നുമല്ല. പലർക്കും തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ട് ഞാനിതൊന്ന് വിശദീകരിച്ചാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ അനുഭവങ്ങളും, നിങ്ങളെന്നുള്ള ഞാനെന്നുള്ള ഭാവവും അഹങ്കാരവും അഹന്തയും എല്ലാം ഒരു തരി പോലും ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ഇവിടെ സറണ്ടർ ചെയ്യുന്നു. സറണ്ടർ ചെയ്ത ആ ദിവ്യമായ അനുഭൂതിയിലേക്ക്, ആ നിശബ്ദതയിലേക്ക്, ആ നിശബ്ദമാകുന്ന അവിടെ നിങ്ങൾ ആഴത്തിൽ നിങ്ങളെയും ഈശ്വരനെയും കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെയും ഈ യൂണിവേഴ്സിനെയും കണക്ട് ചെയ്യുക എന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. ആ പ്രോസസ്സിൽ ഒരു ട്രാൻസ്ഫോമറായി മാത്രം ആണ് എന്റെ ഡ്യൂട്ടി എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ജസ്റ്റ് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ. ഓക്കെ, ഒരു ഹൈ പവർ ഉള്ള ഒരു ഇതിൽ നിന്നും കറണ്ട് വരുമ്പോൾ ആ കറണ്ട് നമ്മളിലേക്ക് ലൈറ്റ് തെളിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഒരു ചെറിയ ട്രാൻസ്ഫോമർ ഉപയോഗിക്കൂലേ, ആ ട്രാൻസ്ഫോമറിന്റെ ഡ്യൂട്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ? ആർ യു റെഡി?